ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ ഈരാറ്റുപേട്ടയിലെ പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചു. വിവിധ പ്രദേശങ്ങളിലെ വെള്ളം കയറിയ വീടുകളും കച്ചവട സ്ഥാപനങ്ങളും സന്ദർശിച്ച അദ്ദേഹം ഈരാറ്റുപേട്ട നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് വി പി നാസർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് എ ഖാദർ എന്നിവരുമായി ചർച്ച നടത്തി. നടക്കൽ കേന്ദ്രീകരിച്ചു പ്രവർത്തനമാരംഭിച്ച പ്രളയ ദുരിതാശ്വാസ വിഭവ സമാഹരണ കേന്ദ്രം, സംഗമം മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നിവിടങ്ങളിലും സന്ദർശനം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ ഫാറൂഖ്, സെക്രട്ടറിമാരായ ഷിഹാബ് പൂക്കോട്ടൂർ, ടി ഷാക്കിർ, ഷാജഹാൻ നദ്വി, SIO സംസ്ഥാന ജനറൽ സെക്രട്ടറി സഹൽ ബാസ് എന്നിവരും സംഘത്തോടൊപ്പമുണ്ടായിരുന്നു. ഈ വണ്ടിയൊക്കെ മൂടിപ്പോയി. ഇങ്ങോട്ട് കയറി എങ്ങോട്ട് മാറി താമസിക്കേണ്ടി വരും. ഇത് മാറി താമസിക്കുക. ഞാൻ താമസിക്കുന്ന അവിടെയാണ്. അവിടെ വെള്ളം കയറിപ്പോ ഇങ്ങോട്ട് വന്നു. ഇവിടെ വെള്ളം കയറി പുറകോട്ട് പോയി. അവിടെ വെള്ളം കയറിപ്പോ അതിന് പോകുന്നു. നാലാമത്തെ വീട്ടിൽ അറയും കിട്ടി. രാത്രി തന്നെ സംഭവിച്ചു. 1:30 മണിയായി. എന്നിട്ട് നമ്മൾ പെട്ടെന്ന് വേറെന്തെങ്കിലൊക്കെ സംഭവിക്കും. നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അടിസ്ഥാന അവസ്ഥയാണ്. നമ്മൾ 200 ലക്ഷമായി ഫിനാൻസ് നോക്കേണ്ടത്. നിങ്ങൾക്ക് ഇവിടെ ഉള്ളത് മതിയാകാതെ ലക്ഷം മോഡലൊക്കെ നോക്കേണ്ടതാണ്. ഇന്നലെ 200 ബൈക്ക് വിളിച്ചിട്ട് ഞാൻ വിവരങ്ങൾ ഇവരോട് ആരായാറുണ്ട്. വായലുണ്ട്, ഞാൻ ഫ്രണ്ടി പോയിട്ട് വന്നിട്ടുണ്ട്. ചെറിയ അസീവേ നമ്മൾ നോക്കിക്കാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. മോളിൽ കൊണ്ടുവന്ന് ഇറങ്ങാൻ പറ്റാത്ത ഇത് അതുകൊണ്ട് മാറ്റു കറക്റ്റ് പോയി. അത് നമ്മൾ നോക്കിലേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആൾക്കാർ ചുറ്റും വെള്ളമാണ്. ആർക്കും വരാൻ പറ്റില്ല. സിറ്റിക്കകത്ത് ചാനൽ ഭയങ്കരമായിട്ടുള്ള പിന്നെ ക്രോസ് ചെയ്യാൻ പറ്റും. ഞാൻ വണ്ടി വന്നിട്ട് നമുക്ക് വണ്ടി എടുക്കാൻ പോലും പോകാൻ പറ്റിയില്ല. അങ്ങനെ ആ കണ്ടീഷൻ ഏകദേശം പെട്ടെന്ന് എല്ലാരും കൂടെ കൂടി പിറ്റേന്ന് ഇവിടെ നിസ്കരിക്കാൻ തുടങ്ങി. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പം രാവിലെ ചെയർമാനുമായിട്ട് സംസാരിച്ചു.
ഫസ്റ്റ് സ്റ്റേജിലുള്ള സംഘടനകളിലേക്ക് നീങ്ങണം. അപ്പൊ ഞാൻ രാവിലെ ഇവരെല്ലാം വിളിച്ച് വാട്സപ്പായി കൂട്ടിയിട്ട് ഓരോ പാർട്ടികളും അങ്ങനെ നമ്പര് നോക്കിയിട്ട് നമ്മുടെ നിയന്ത്രണിക്കുന്ന കാര്യങ്ങളല്ല. സംസാരിച്ചിട്ട് അവര് കൊടുക്കാവുന്ന ഡിക്ലെയർ ചെയ്തിട്ടുണ്ടല്ലോ. വ്യാപാരി കൊടുക്കാവുന്ന ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. CM-നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അനിൽകുമാർ റവന്യൂ മന്ത്രി വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഒരാൾ സന്ദർശിക്കാച്ചുണ്ട്. സ്പീക്കറും വരും. ഞാനിവിടെ വരുമ്പോ ഈ രാറ്റുപേട്ട വെള്ളം കയറിയാൽ കേറുമ്പോ എന്റെ ഡപ്സ് വളരെ വലുതാണ്. അപ്പൊ ആളുകൾ പാനിക്കാണ്. ബാങ്ക് ലോണും എടുക്കാത്ത ആളുകൾ അങ്ങനെ ഇത് വരുമ്പോ വണ്ടി കുറവായിരിക്കും. വലിയ കച്ചവടക്കാര് 10 പേര് അത്ര ഉണ്ടാവും. ടോട്ടൽ എത്ര കച്ചവടക്കാരുണ്ടാവും? 1200 ടോട്ടൽ കച്ചവടക്കാര്. എത്ര ചെറുതും വലുതുമായ ബാധിച്ചു? വീടുകളിലൊക്കെ സ്ത്രീകൾ നടത്തുന്ന കടകളുണ്ട്. പലചരക്ക് പോലെയുള്ള സാധനങ്ങൾ, പിന്നെ ചെറിയ പെട്ടിക്കടകള്, ഉന്തുവണ്ടിയിൽ ഫ്രൂട്ട്സ് കഴിക്കുന്നതാണ്. അത് 300 രൂപ കൊടുത്താ 300 എല്ലാം കൂടെ എല്ലാം പോയവരുണ്ട്. ഇൻഷുറൻസ് ഇല്ലാത്ത ആളുകളെ തിരിച്ച് കൊണ്ടുവരാൻ ഒരു പദ്ധതി കാണണ്ടേ? പദ്ധതികളെന്ന് വെച്ചാൽ അതിനകത്തൊരു ബിൽഡിംഗ് നമ്പർ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ഒത്തിരി മുനിസിപ്പാലിറ്റിയായിട്ട് ബിൽഡിംഗ് പടവുകളുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഇൻഷുറൻസിന്റെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണല്ലോ. പിന്നെ ബാങ്ക് ലോൺ ഉള്ളവർക്ക് ബാങ്ക് ലോൺ ഇവിടെ പൊതുവേ കുറവാണ്. സംഗമ സ്വർണ്ണ ലോണിനൊക്കെ അങ്ങനെ സംവിധാനമില്ല. ഈ സാങ്കേതികത്വത്തിന് അങ്ങനെയുള്ള നല്ല സ്റ്റോക്ക് 25 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് പോയി കിടക്കാനുണ്ട്. പിന്നെ 15 ലക്ഷം. ഈ പലർക്കടയിൽ പോയി 150 ചാക്ക് പഞ്ചസാര എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് എല്ലാം ഉറപ്പിച്ചോണ്ട്. ടെക്സ്റ്റൈൽസ് മാത്രമല്ല, എല്ലാവരും മൊബൈൽ കച്ചവടക്കാര്, അങ്ങനെയുള്ള എല്ലാവരും നല്ല സ്റ്റോക്ക് ചെയ്യുന്നു. വീടുകളിൽ പോയി കടകളിൽ പോയി തോന്നിയത് വീടുകള് പിന്നെ വലിയ നഷ്ടങ്ങളല്ല. പിന്നെ ബെഡ്, അതുപോലെ തന്നെ സോഫ, അങ്ങനെ ഉണ്ടല്ലോ അവശ്യ സാധനങ്ങൾ പോയിട്ടുണ്ട്. അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതെങ്ങനെയെങ്കിലും പാവങ്ങൾക്കൊന്നും ചിലപ്പോൾ പെട്ടെന്ന് അത് സപ്പോർട്ട് വേണ്ടി വരും. അതേസമയം ഒരു സന്തോഷം തോന്നിയത് സന്നദ്ധ സംഘടനകൾ പല പിന്നെ ബ്രാൻഡിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നു. എനിക്ക് ചെയർമാനോട് പറയാൻ പറ്റിയ സംഗതി വെച്ചാൽ ഒന്ന് ഇതിന്റെ ഒരു കോർഡിനേഷൻ നിർവഹിച്ചാൽ ഞങ്ങൾ നിലമ്പൂര് വയനാട് കഴിഞ്ഞ പ്രളയത്തിന്റെ ഒക്കെ ഘട്ടത്തിൽ സംഭവിച്ചെന്ന് വെച്ചാൽ ലോഡ് കണക്കിന് സാധനങ്ങൾ വന്നു. വയനാട് ഞാൻ പോയിരുന്നു. ചിലപ്പോൾ നമ്മൾ ഈ പിന്നെ റിലീഫ് ക്യാമ്പിൽ ചെല്ലുമ്പോൾ ഇന്നർ ശ്രദ്ധിക്കാത്ത സാധനം, ഇങ്ങനെ ചില സാധനം ഉണ്ടാവും. അവർക്ക് തോന്നുന്നത് ഒന്ന് പിന്നെ ഇവിടെ മുസ്ലിം ലീഗ്, വെൽഫെയർ പാർട്ടി, ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒരു കോർഡിനേഷൻ നിർവഹിക്കുകയാണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് കാര്യങ്ങളെത്തും, ആവശ്യമുള്ളതെത്തും. നമ്മൾ ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്തു. അതായത് പ്രളയം ഉണ്ടായ, വെള്ളപ്പൊക്കം ഉണ്ടായ സമയം മുതൽ വീടുകളിൽ പ്രയാസം അനുഭവിക്കുന്ന എല്ലാവർക്കും ദിവസം 3 നേരം വെച്ച് ഏറ്റവും നല്ല ഭക്ഷണം തന്നെ റീഹാബിലിറ്റേഷനാണ് ആവശ്യം. അതിനുവേണ്ടി ആവശ്യമായ വീട്ടുപകരണങ്ങൾ ഭാഗികമായും പൂർണ്ണമായും വീടിൽ വെള്ളം കയറിയത് 722 വീട്ടിലാണ്. കറക്റ്റ് കൗൺസിലേഴ്സിന്റെ ലിസ്റ്റാണ്. ഒരു കൗൺസിലർ കഴിഞ്ഞ് 4 ദിവസമായിട്ട് ഒരു ദിവസം 3 നേരം വെച്ച് ഉപയോഗിക്കുന്നത് കറക്റ്റ് ഓരോ വീട്ടിലെയും തിരിച്ചവർക്ക് അറിയാം. അപ്പൊ അതനുസരിച്ചുള്ള ഇനി വീട്ടുപകരണങ്ങൾ ഏറ്റവും ബേസിക് ആയിട്ട് അവരുടെ ബേസിക് നീഡ്സ് എന്താണ്. അപ്പൊ അപ്പം നിങ്ങൾ പറഞ്ഞത് ഇപ്പം പല സംഘടനകളും പല കളക്ഷൻ ഉണ്ട്. ഇതിപ്പോ ഒരു അമാനത്താണ്. അത് ഒത്തിരി അർഹതയില്ല. നമ്മൾ തുറക്കുന്ന റിലീഫ് ക്യാമ്പുകളിലുള്ള ആളുകൾക്ക് റിലീഫ് ക്യാമ്പിൽ അവർക്ക് പിന്നെ നിശ്ചിത ദിവസം താമസിച്ച് പിന്നീട് തിരിച്ചു പോകുമ്പോൾ അവർക്ക് ഒരു എമൗണ്ട് കിട്ടും. 1000 മറ്റോ ഓൾറെഡി ഉള്ള പ്രൊസീജിയർ ഉണ്ട്. ഇവിടെ ടെക്നിക്കലി റിലീഫ് ക്യാമ്പ് ഇല്ല എന്നുള്ളത് കൊണ്ട് അത് നഷ്ടപ്പെടാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാനൊപ്പോ ഈ ക്യാമ്പ്
വില്ലേജ് ഓഫീസറും മറ്റു കാര്യങ്ങളൊക്കെ ഒരു ക്യാമ്പ് നമ്മൾ കളക്ടർ നിർബന്ധം പറഞ്ഞതുകൊണ്ട് ഈരാറ്റുപേട്ടയുടെ പ്രത്യേക സാഹചര്യത്തിൽ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യം വന്നില്ല. നിങ്ങൾ പറഞ്ഞ പോലെ ഈ ബന്ധുവീടുകൾ ഏറ്റവും ഉള്ള ഇതാണ് അയൽവാസികൾ. അപ്പം ഭയങ്കരമായ കണക്റ്റഡ് ആണല്ലോ ഈരാറ്റുപേട്ട. അതെ അതെ. അപ്പൊ അത് സെൻട്രൽ ഗവൺമെന്റ് വ്യാപാരികൾ കൊടുക്കുന്ന ഇല്ല ഓപ്ഷൻ ഇല്ല. ഓപ്ഷൻ. അതായത് കർഷകര്, ബിൽഡിംഗ് ഉടമകൾ, ഈ രണ്ടുപേർക്ക് മാത്രം കൊടുക്കാം. അതിലെന്തേലും കേരള ഗവൺമെന്റ് അത് നിയമസഭയില് അതിനാവോ ഒരു വീട്ടിലെത്തിയില്ലെങ്കിൽ. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഇവിടുത്തെ നഗരസഭയുടെ ഒന്നും ഒരു വീട്ടില ഇവിടുത്തെ കുറെ യുവാക്കളാണ് ഗംഭീരം. ഡെഡിക്കേറ്റഡ് വർക്കാണ്. വെള്ളം നനഞ്ഞ് കൊച്ചു അറിയുമ്പോഴാണല്ലോ പല വീട്ടുകാരും അറിയുന്നത് വെള്ളം. മെഡിക്കൽ സ്റ്റോറിന്റെ ഉടനെ രാവിലെ കട തുറന്നപ്പോഴത്തേക്ക് തന്നെ ആൾക്കാരെല്ലാം ഓടി വരികയാണ് ഇങ്ങനെ ഗ്ലൗസിനും മരുന്നിനും. അദ്ദേഹം എടുത്തു കൊടുത്തു, ആരോടും കാശ് വാങ്ങി. എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത് എല്ലാവരെയും എല്ലാവരും എനിക്ക് എണ്ണിക്കാൻ പാടില്ല. എല്ലാവരും ഇരുന്നു. ആരും അങ്ങനെ എണ്ണിക്കാൻ പാടില്ല. സന്തോഷം. ഇത് ഭംഗിയായി പോകുന്നു എന്നറിയുന്നതിൽ ഒരുപക്ഷെ സംഗമത്തിന്റെ ഏറ്റവും വ്യവസ്ഥാപകവും ഏറ്റവും ശക്തവും ഏറ്റവും മാതൃകാപരവുമായ യൂണിറ്റാണ് ഈരാറ്റുപേട്ടയിലേത്. അതിന് നിങ്ങൾ അഭിനന്ദനം അറിയിക്കുന്നു. പ്രത്യേകിച്ച് കാരണം അത് നിങ്ങൾ അങ്ങനെ തന്നെ നിലനിർത്താം. അതിന്റെ ഒരു പ്രൊഫഷണലിസം കീപ്പ് ചെയ്യുക. അതിൽ മറ്റ് അൺപ്രൊഫഷണലായ ഒരു വ്യവഹാരം നടത്താതെ. കാരണം ഇത് വലിയ ആളുകളുടെ വലിയ പ്രതീക്ഷയല്ല. അതിലൂടെ ശ്രദ്ധിക്കുക. അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.